ഹലോ കൂട്ടുകാരെ, അപ്പോൾ സാവധാ കൃഷ്ണ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിതെന്താ ചെയ്യാൻ പോകുന്നതല്ലേ, നമുക്ക് നല്ല അടിപൊളി ഒരു കടായി ചിക്കൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമുക്ക് ഹോട്ടലിൽ നിന്നും കിട്ടുന്ന ആ കളർഫുൾ അങ്ങനെയൊന്നും അല്ലെങ്കിലും നമുക്ക് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഒരു കടായി ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു 1.5 കിലോയോളം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിൽ നമ്മളത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, പറ്റ ചെറുതാക്കി വാങ്ങരുത്. അപ്പോൾ നമ്മളത് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചേർത്ത് നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി നിർബന്ധമാണ്. നമുക്കൊരു 2-3 ടീസ്പൂണോളം കാശ്മീരി, ടീസ്പൂൺ അല്ല കേട്ടോ, ടേബിൾ സ്പൂൺ അത്യാവശ്യം മുളക് പൊടി വേണം, എന്നാലേ നല്ല കളർ ഉണ്ടാവുള്ളൂ. പിന്നീട് നമുക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ്. നമുക്കൊരു ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല കേട്ടോ. ഞാൻ അതേ ഉപയോഗിക്കാറുള്ളൂ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് ചിക്കൻ കറി ഉണ്ടാക്കിയാൽ. അതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1.5 കിലോയോളം ചിക്കൻ ഉണ്ടല്ലോ, അത്യാവശ്യം ചിക്കൻ ഉണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് 1.5 ടീസ്പൂണാണേ. അപ്പോൾ അതിന് ശേഷം നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോൺഫ്ലവർ പൊടി ആയതുകൊണ്ട് വെള്ളമയം തീരെ ഉണ്ടായിരുന്നില്ല ചിക്കന്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ. കാരണം മസാല എല്ലായിടത്തും ആവണമെങ്കിൽ കുറച്ച് വെള്ളം വേണം. അതുകൊണ്ട് അങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതുകൊണ്ടല്ലേ, കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നല്ല കളർ കിട്ടും. നമുക്ക് വേറെ പുറത്ത് ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല കളർ ഉണ്ടാവും, അത് കളർ ചേർത്ത് കൊടുത്തതാണ്. നമുക്കിങ്ങനെ കാശ്മീരി മുളക് പൊടി, നല്ല കളറുള്ള കാശ്മീരി മുളക് പൊടി നോക്കി വാങ്ങണം കേട്ടോ കടയിൽ നിന്ന് വാങ്ങുമ്പം. അപ്പോൾ നമുക്കത് മതിയാകും. കണ്ടില്ലേ, അപ്പം നല്ല കളറുണ്ട്. നമുക്കതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ പെട്ടെന്ന് അത് മസാലയൊക്കെ പിടിച്ച് കിട്ടും. അപ്പോഴേക്കും നമുക്കതിനുള്ള ബാക്കിയുള്ള സാധനങ്ങൾ ഒരുക്കാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 250 ഗ്രാമോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് പാലിന്. പിന്നെ ഇത് നമ്മുടെ കാഷ്യൂനട്ടാണ് കേട്ടോ, അത് പൊടിച്ചതാണ്. എനിക്ക് പൊടിയായിട്ട് കടയിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഒരു 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുക്കണം. വെളുത്തുള്ളി ഒരു 15 അല്ലി എടുത്താൽ മതിയാവും കേട്ടോ. അതിലേക്ക് ഞാൻ സ്കിപ്പായി പോയി ഒരു 3-4 പച്ചമുളകും കൂടി എരിവിന് വേണ്ടിയിട്ട് നമുക്ക് ചതച്ചിട്ടിടാം. അപ്പോൾ ഇതാ പാത്രം ചട്ടി ചൂടായി. അപ്പോൾ നമുക്ക് എണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ ചിക്കൻ വറുത്ത് കോരാം. ഞാനിത് ചെയ്യുമ്പോൾ ഇത് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറയാറുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കണം. വലിയ പണിയൊന്നുമില്ല. ഞാൻ കാണിക്കുന്ന പോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കിപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. നമുക്കിത് കുറഞ്ഞ തീയിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ. എന്നോട് ചോദിക്കും ഇതേപോലെ ഈ ഫോർക്കൊക്കെ ഉപയോഗിച്ചാൽ ഈ നോൺ സ്റ്റിക്കിങ് പാത്രത്തിൽ വര വീഴൂലേന്ന്. പക്ഷേ ഞാൻ ഈ ചിക്കനിലേ അത് തൊടുന്നുള്ളൂ കേട്ടോ. ഞാൻ ഈ പാത്രത്തിലൊന്നും അതിൻ്റെ കൂർപ്പ് തട്ടുന്നില്ല. അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല. ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അല്ലാത്തവർ മരത്തവിയോ അല്ലാത്ത സ്പൂൺ എന്തെങ്കിലും എടുത്താൽ മതി. ആദ്യം തന്നെ തീ കൂട്ടി വെക്കണ്ട. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചാൽ അതിൻ്റെ മുകൾ വശത്തുള്ള ആ ഗ്രേവി എല്ലാം കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. ആദ്യം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ എല്ലാ ചിക്കനും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ട്രിപ്പായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം കേട്ടോ. നമുക്കതിലേക്ക് വേണ്ട 3 വെല്ലുള്ളി, അതിൻ്റെ ഒപ്പം നമ്മൾ ഒരു മീഡിയം സൈസ് തക്കാളി ആട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ 2-3 നമുക്ക് മല്ലിച്ചപ്പ്, പിന്നെ കാഷ്യൂ അരച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, അതുപോലെ നമ്മളെടുത്ത ചുമന്നുള്ളിയില്ലേ അതൊന്ന് ചതച്ച് വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി സോസ്, അതുപോലെ ചില്ലി സോസ്. അതൊക്കെ കുറച്ച് മതി കേട്ടോ. ചെറിയ ട്യൂബിൽ ചെറിയ പാക്കറ്റ് വാങ്ങിയാലും മതി. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ വറുത്ത വെച്ച ചിക്കൻ എല്ലാവരും കുറച്ച് തിന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് മസാല തേച്ച് മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ചിക്കനും കൂടി എടുത്ത് പിന്നെ വറുത്തെടുത്തു. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. നമുക്കതും കോരിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഈ എണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി ബാക്കിയുള്ള മസാലയൊക്കെ വഴറ്റാൻ. അപ്പോൾ ഒരുപാട് എണ്ണ ഉണ്ടെങ്കിൽ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നീട് ഉള്ളിയൊക്കെ വഴന്നു കഴിയുമ്പം എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ എണ്ണ തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് എണ്ണ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ആ ചതച്ച് വെച്ച ചുമന്നുള്ളി ഇല്ലേ അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴന്ന് വരണം. അത് വഴന്ന് വന്നതിന് ശേഷം മാത്രമേ നമുക്ക്
അടുത്തത് ഇട്ട് കൊടുക്കുക. അടുത്ത വെല്ലുള്ളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ മുഖ്യം. കാരണം അത് നന്നായിട്ട് ആ ഗ്രേവിക്കും ആ ടേസ്റ്റിനൊക്കെ ചെറിയ ഉള്ളി നല്ലതാണ്. അപ്പോൾ ഏകദേശം ചെറിയ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3 വെല്ലുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടില്ലേ, ഒരുപാട് വലിയ ഉള്ളിയല്ല കേട്ടോ, ഒരു മീഡിയം സൈസുള്ള ഉള്ളിയാണ്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട്, ആ കറിവേപ്പില ഉണ്ട് കേട്ടോ, അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്കത് വേഗം വഴന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളെന്തായാലും ചിക്കനല്ലേ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ, നമ്മൾ മസാലയ്ക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമുക്ക് 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പാത്രം കൊണ്ട് അടച്ചു കൊടുത്താൽ അത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഞാനത് കരിഞ്ഞു പോകുമെന്ന് വെച്ചിട്ട് പേടിച്ചത് മാറ്റി. ശരിക്കും വഴന്നിട്ടില്ല. ശരിക്കും നമ്മളിത് കുറച്ച് നേരം തീ ലോ ഫ്ലെയിം ആക്കിയിട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കത് വഴറ്റിയാലും പെട്ടെന്ന് റെഡിയായി കിട്ടും നമുക്കത്. അപ്പം നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ തക്കാളി കുറച്ച് വലുപ്പമായിപ്പോയി. കുറച്ചും കൂടി തിന്നായിട്ട് ഇടുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഞാൻ അതിലോട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നവരെ. നമുക്കിപ്പോൾ വെളിച്ചെണ്ണ കുറവാണ്, എണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ചില്ലേ, ആ എണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്ത തക്കാളി കുറച്ച് വലുപ്പമായതുകൊണ്ട് അത് വഴന്ന് കിട്ടാൻ കുറച്ച് പ്രയാസം. ഞാനത് തവിയും കൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അതങ്ങ് വെന്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടി. നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് കുറച്ചിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അതിന് ബാക്കി മാറ്റി വെച്ചതാട്ടോ. അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്നും അധികം വേവണ്ട, നമുക്കത് ഇതെല്ലാം വഴന്ന് ശേഷം ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. ക്യാപ്സിക്കം അതിലിങ്ങനെ കടിക്കുമ്പോൾ പച്ചയ്ക്ക് എന്നാൽ ഒന്ന് വാടി കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഉണ്ടാവുക. നമുക്കതിലേക്കൊരു 1.5-2 ടീസ്പൂണോളം പെരിഞ്ജീരകം, വറുത്തതൊന്നുമല്ല, പച്ചയ്ക്ക് പെരിഞ്ജീരകം പൊടിച്ചതാണ് കേട്ടോ. ആ ഒരു 2 ടീസ്പൂണോളം പെരിഞ്ജീരകം ഇട്ടു. പിന്നെ ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു 2-3 സ്പൂണോളം ഞാനത് ഇട്ട് കൊടുത്തു. ടീസ്പൂണാണേ, ഒരുപാട് വേണ്ട. അതിലേക്ക് തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ സാധാ മുളക് പൊടി ചേർത്തിട്ടില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇതിനധികം എരിവ്, നമ്മൾ ഭയങ്കരമായിട്ട് എരിവ് ഉണ്ടാവില്ല. പക്ഷേ എരിവ് വേണ്ടവർക്ക് ഒരു കൂടുതൽ എരിവ് മുളക് പൊടിയൊക്കെ ചേർത്ത് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ പച്ചമുളക് അരച്ചിട്ടുണ്ട്, കുരുമുളക് പൊടിയുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വല്ലാതെ എരിവ് ചേർത്തില്ല. പക്ഷേ അത്യാവശ്യം എരിവുണ്ടായിരുന്നു കേട്ടോ കറിക്ക്. പിന്നെ നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലടിച്ച് അങ്ങനെ അരിച്ചെടുത്തതാണ്, കട്ടി തേങ്ങാപ്പാലല്ല. കാരണം കുറച്ചൊരു ഗ്രേവി നമുക്ക് വേണ്ടേ, കുറച്ചൊരു ലൂസായിട്ടുള്ള. ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് ചാറ് വേണം. പക്ഷേ ഈ ഗ്രേവി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. അത്ര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഈ ചിക്കൻ വറുത്തത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ചിക്കൻ ഇങ്ങനെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചിക്കനെല്ലാം നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തു. എപ്പോഴും നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കണം. കാരണം ഈ ചിക്കനും കൂടി ഇട്ട് ഇളക്കാൻ ഉള്ള പാത്രത്തിന് വലിപ്പം നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. അതിലേക്ക് നമ്മൾ കാഷ്യൂനട്ട് അരച്ച് വെച്ചില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ആകുമ്പം ഗ്രേവി നല്ല നല്ല അടിപൊളിയാവും കേട്ടോ. ഇത് കാണാനും ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം തക്കാളി സോസ്, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതിയാകും എല്ലാം. 1 ടീസ്പൂൺ, രണ്ടും ഓരോ ടീസ്പൂൺ വീതം മതി കേട്ടോ. തക്കാളി സോസൊക്കെ കൂടിപ്പോയാൽ മധുരം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതെല്ലായിടത്തും മിക്സ് ആവുന്നവരെ നമുക്കത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. മിന്നൂട്ടി വിശന്നിട്ട് വയ്യ എന്ന് പറഞ്ഞിട്ട് ചിക്കൻ കറി ടേസ്റ്റ് ചെയ്യാനെങ്കിലും താമേന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ ഞാൻ എന്തായാലും നെയ്ച്ചോറാട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ മിന്നൂട്ടി ചൂടാണെങ്കിലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കൈ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമുക്ക് ഒരു വട്ടം കൊടുത്തു. അത് കഴിച്ചിട്ട് അതിനേക്കാൾ വേഗത്തിൽ പിന്നെയും കൈ കൊണ്ട് വന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല, നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്തു നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, എല്ലാവരും ചെയ്യുന്നുണ്ടാവും. ചെയ്യാത്തവരെന്തായാലും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. 4ാമത് കൈ കൊണ്ട് വന്നപ്പോൾ ഞാൻ ഓടിച്ചു വിട്ടു. ഞാൻ പിന്നെ ഒരു പ്ലേറ്റിൽ എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു നെയ്ച്ചോറ് ഉണ്ടാക്കാം. ഞാനതിന് 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടേ.
കൈമാരിയൊന്നും അല്ല കേട്ടോ. ഞാൻ സാധാ നെയ്ച്ചോറിൻ്റെ അരി നമ്മൾ വാങ്ങാൻ കിട്ടുമല്ലോ, 70-80 രൂപ കൊടുത്താൽ 1 കിലോ അരിക്ക് കിട്ടും. അപ്പോഴേക്കും ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് 50 ഗ്രാമോളം ഡാൽഡയാണ് ഇട്ടത്. ഞാൻ ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചില്ല, ഞാൻ ഡാൽഡ ഇട്ടു. അതിലേക്ക് പിന്നെ ഒരു 5-6 ഗ്രാമ്പു, ഒരു 4-5 ഏലക്ക, പിന്നെ 2-3 കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ ഡാൽഡയിലോട്ട്. അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും ഞാൻ 2-3 ബീൻസ്, അതുപോലെ ഒരു ക്യാരറ്റ് ഒക്കെ കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു. അതും കൂടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ അരി അളന്ന് അതേ ഗ്ലാസ്സിൽ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരി അളന്ന് അതേ ഗ്ലാസ്സിൽ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ അതിലേക്ക് ഒരു ഉള്ളിയുടെ ഒരു 1/4 ഭാഗം എടുത്തിട്ട് അത് അരിഞ്ഞു കൊടുത്തു കേട്ടോ. പച്ച ഉള്ളി നമ്മൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ വേവിക്കും, അരിൻ്റെ ഒപ്പം വേവിക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റാണേ, അത് നല്ലൊരു ടേസ്റ്റാണ്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, ചിലപ്പോൾ മഴേൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. അരിയൊക്കെ കഴുകി ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിലേക്കൊരു 1.5 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 2 ഗ്ലാസ് അരിക്ക് 1.5 ടീസ്പൂൺ കേട്ടോ. ഞാൻ ആ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീയങ്ങ് കൂട്ടി വെച്ചാൽ വേഗം തിളച്ചോളും. അതാ വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്കതിലോട്ട് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒറ്റ തുള്ളി വെള്ളമായ ഒന്നുമില്ല അരിയിൽ. അപ്പം നമ്മൾ കറക്റ്റ് 4 ഗ്ലാസ് വെള്ളം തന്നെ വെച്ചാൽ മതി. എന്നിട്ട് ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മൾ വിസിൽ വരാനാവുമ്പം ഓഫ് ചെയ്യണം, വിസിലടിക്കരുത് കേട്ടോ. അതാണ് കേട്ടോ കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോഴുള്ള പാകം. പിന്നെ ഞാനിതിൽ കാഷ്യൂ മുന്തിരി ഒന്നും വറുത്തിട്ട് കൊടുക്കുന്നില്ല, ഞാൻ ആകെ നെയ്യിൽ ഒരു ഉള്ളി മാത്രം വറുത്തിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. മറ്റേത് ചിക്കൻ തന്നെ അത്യാവശ്യം നല്ല ഹെവിയാണ്. അപ്പോൾ പിന്നെ ഞാനിതിൽ ചിഞ്ഞട്ടി ചൂടായി, അതിലോട്ട് നമുക്ക് ആ ഉള്ളിയിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. കുക്കർ ഒരു വിസിലടിക്കുന്നതിന് മുമ്പേ ഓഫാക്കുക. പിന്നെ ആ എയറൊക്കെ പോയതിന് ശേഷം കുക്കർ എടുക്കുമ്പോൾ കറക്റ്റ് ചോറ് പാകമായിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കൂ. കണ്ടില്ലേ, നല്ല കറക്റ്റ് പാകമാണ്, വെന്ത് പോയിട്ടുമില്ല, അരിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല, നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റ് ഞാൻ ഈ ഉള്ളി മാത്രം വറുത്തിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാം റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.